ഹലോ ഫ്രണ്ട്സ്, പെർഫെക്റ്റ് ക്രാഫ്റ്റ് ടെസ്റ്റ് സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ഒരു പെൻസിൽ സ്കെച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിതിനെ ക്രാഫ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് കുന്തൻ സ്റ്റോൺസ് പല ഷേപ്സിൽ പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ ഞാനിവിടെ റെഡ് കളർ സ്റ്റോൺസ് ഫെവിക്കോൾ വെച്ചിട്ട് ഭഗവാന്റെ ഓർണമെൻറ്റ്സിനൊക്കെ ഡെക്കറേഷൻ ചെയ്യാണ്. അത് ഫെവിക്കോൾ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പെൻസിലോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കയ്യിൽ ഗ്ലൂ ആവാത്ത രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നല്ല ഭംഗിയിൽ ഭഗവാന്റെ കിരീടത്തിൻ്റെ ഭാഗം വരുന്ന ഭാഗത്ത് നമുക്ക് അത് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ റെഡ് കളറും ഗോൾഡൻ കളറും വൈറ്റൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സ്റ്റോൺസാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പെൻസിൽ ഷെയ്ഡിങ്ങിൻ്റെ കൂടെ ഒരു റെഡ് കളറൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻസ് നന്നായിരിക്കും കാണാൻ. ഞാൻ ഇതിന് കൂടുതൽ കളേഴ്സായിട്ട് കളറിങ് ഞാൻ ചെയ്തിട്ടില്ല. പെൻസിൽ സ്കെച്ചിൽ തന്നെയാണ് സ്പഞ്ചറൊക്കെ വെച്ചിട്ട് അതിന് ഫേഷ്യൽ എക്സ്പ്രഷൻസൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു യുണീക്ക് ഫീൽ ഉണ്ടാവും. അപ്പോൾ ഭഗവാന്റെ കയ്യിൽ ഈ പിക്ചറിൽ ഞാൻ ഓടക്കൂടി ഞാൻ വരച്ചിട്ടില്ല. ഭഗവാൻ ഇങ്ങനെ കൈ ഇങ്ങനെ താടിക്ക് വെച്ച് ഇങ്ങനെ നോക്കി കാണുകയാണ് എല്ലാം. ആ ഒരു പോസാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കും ഇത് വരയ്ക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് വരച്ചിട്ടുള്ളത് ഞാൻ. അപ്പോൾ ആദ്യം നെറുകയിലുള്ള പീലിക്ക് ഒരു സ്റ്റോൺ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നെറ്റിയുടെ മുടിയിലൊക്കെ ആയിട്ടുള്ള ഓർണമെൻറ്റ്സിന് ഞാൻ ഈ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ചെറിയ സ്റ്റോൺസും ഉണ്ട്, വലിയ സ്റ്റോൺസും ഉണ്ട്. അത് നമുക്ക് സൈസ് അനുസരിച്ച് നമുക്കിത് ചെയ്യാം. ഇത് നമുക്ക് കമ്മലിനായിട്ട് ചെയ്യാനാണ്. പിന്നെ ഹാഫ് ബീഡ്സും ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കുഞ്ചലം പോലെ ഇങ്ങനെ മുടിയിലിങ്ങനെ തൂങ്ങി നിൽക്കുന്ന ആ ഒരു പോർഷന് ഞാൻ ഹാഫ് ബീഡ്സ് വൈറ്റ് കളറാണ് പിന്നെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ റെഡ് കളറാണ് ചെയ്യണത്. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാലക്കയുടെ ഒരു മോഡൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പച്ചക്കല്ലുകൊണ്ടുള്ള നെക്ലസ് പോലെ ചെയ്ത്. ഒരുപാട് ഓർണമെൻറ്റ്സ് വെച്ചിട്ട് കുന്തൻ സ്റ്റോൺസ് ഞാൻ വെക്കുന്നില്ല, കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. കുറച്ച് സിമ്പിളാണ്, അത് യുണീക്കായിട്ടിരിക്കാൻ വേണ്ടി. ഇത് ക്വില്ലിംഗ് പേപ്പറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് പീലിക്ക് നീളത്തിൽ കുറച്ച് കട്ട് ചെയ്തിട്ട് ആ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെറും പച്ചയിൽ തന്നെ 2 ഷെയ്ഡ് ഡാർക്ക് പച്ചയും ലൈറ്റ് പച്ചയും കൂടി സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പീലി. പിന്നെ മുടി ഞാൻ ക്വില്ലിംഗ് ടൂള് വെച്ചിട്ട് റോൾ ചെയ്യാണ് എടുക്കുന്നത്. അത് സ്പൈറലായിട്ട് എടുത്തിട്ട് കുറച്ചൊന്ന് ലൂസാക്കി വെച്ച് ഡബിൾ ഷെയ്ഡ് കൊടുക്കാനുള്ള ഉദ്ദേശമാണ് എനിക്ക്. അപ്പോൾ ബ്ലാക്കും ആഷ് കളറും ലൈറ്റ് വയലറ്റും കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ ഒരു ഷെയ്ഡ് നന്നായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മുടിയിൽ ഡാർക്ക് കളർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് ഒട്ടിച്ചു കൊടുക്കാം. പക്ഷെ ഞാൻ കുറച്ച് പെൻസിൽ ഷെയ്ഡ് ചെയ്ത് ലൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് പെൻസിൽ ഷെയ്ഡ് വെച്ചിട്ട് ഹെയറിന് കൊടുത്തിട്ടുള്ളത്, മുടിക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിന് ഞാൻ പേപ്പേഴ്സും കുറച്ച് ലൈറ്റും ഡാർക്കും ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കോയിൽസ് പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ മുടിയുടെ എഫക്റ്റ് നല്ല ചുരുണ്ട മുടിയായിട്ട് ഫീൽ ചെയ്യും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഗ്യാപ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഫില്ല് ചെയ്യാം, അത് നമ്മുടെ ഇഷ്ടം പോലെയാണ്. എല്ലാം ഒറ്റ കളറിൽ പേപ്പർ വെച്ചിട്ട് കോയിൽ സെറ്റ് ചെയ്യുമ്പോൾ അത്ര ഭംഗി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് 3 കളറ് പേപ്പർ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ മുഖത്തിനും ദേഹത്തിനൊന്നും ഞാൻ ക്രയോൺസോ മറ്റുള്ള മീഡിയോ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് പെൻസിൽ ഷെയ്ഡിങ് ആണ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഇത് ചെയ്യാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. ക്രാഫ്റ്റിൻ്റെ വർക്കായിട്ടും ഉപയോഗിക്കാം, ഡ്രോയിങ് ക്ലാസ്സിനും ഉപയോഗിക്കാം.
ഇത് ഫുള്ള് മുടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഒഴിവ് സമയങ്ങൾ നല്ല ഉപകാരപ്രദമാക്കുക. നിങ്ങൾ ഇനിയും കൂടുതൽ വീഡിയോസ് ഞാൻ ഇതുപോലെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. താങ്ക് യു. അസ്മിൻ പരാത്മൻ അടുത്ത വീഡിയോ ആയിട്ട് നനു പാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനിഃ അനന്തഭൂമാ